പി.വി. അൻവർ എം.എൽ.എയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ സ്വർണ്ണക്കടത്ത് മാഫിയ അടക്കമുള്ള ചില ബാഹ്യശക്തികളാണെന്ന് എ.ഡി.ജി.പി. എം.ആർ. അജിത് കുമാർ ആരോപിച്ചിരുന്നു. പിന്നാലെ ആരോപണങ്ങൾക്ക് മറുപടി എഴുതി നൽകാൻ അനുവദിക്കണമെന്നാണ് ഡി.ജി.പിയോട് എ.ഡി.ജി.പി. ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മൊഴി കൊടുക്കാൻ എത്തിയപ്പോഴാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയത്. പി.വി. അൻവറിനുൾപ്പെടെ തന്നോട് വ്യക്തിപരമായ വിരോധമുള്ളതായി അറിയില്ല. അതിനാൽ ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് സംശയിക്കുന്നതെന്നും എ.ഡി.ജി.പി. പറഞ്ഞു. കുഴൽപ്പണ ഇടപാടുകാരും തീവ്രവാദ ബന്ധമുള്ള ചിലരും ഇതിലുണ്ടെന്നും ബി.ജെ.പിക്ക് നൽകിയ മൊഴിയിലുണ്ടെന്നാണ് വിവരം. മലപ്പുറം ജില്ലയിലെ സ്വർണ്ണവേട്ടയുടെ കണക്കുകളും അതിൽ ഉൾപ്പെട്ടവരുടെ കുഴൽപ്പണ ഇടപാടുകളും മൊഴിയിലുണ്ട്. വിശദമായി അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തണമെന്നും തെളിവ് ലഭിച്ചാൽ അവർക്കെതിരെ കേസെടുക്കണമെന്നും എ.ഡി.ജി.പി. ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾ എഴുതി നൽകാൻ അനുവദിക്കണമെന്നാണ് എ.ഡി.ജി.പിയുടെ ആവശ്യം. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ടെന്നും എ.ഡി.ജി.പി. അറിയിച്ചു. കുഴൽപ്പണ സ്വർണ്ണക്കടത്ത് മാഫിയകൾക്കെതിരെ സർക്കാർ അതിശക്തമായ നിലപാട് സ്വീകരിച്ചതാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് ആരോപണ വിധേയർ പാർട്ടിയെയും സർക്കാരിനെയും ബോധ്യപ്പെടുത്തി എന്നാണ് സൂചന. ഇതാണ് പെട്ടെന്ന് നടപടി വേണ്ടെന്ന തീരുമാനത്തിലേക്ക് പാർട്ടിയും സർക്കാരും എത്താൻ കാരണം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പെട്ടെന്ന് കടുത്ത ആരോപണങ്ങൾ ഉയർന്നതിനെ സംശയത്തോടെയാണ് പാർട്ടി വീക്ഷിക്കുന്നത്. അതിനിടെ വൻ ശക്തികൾക്കെതിരെയാണ് പോരാട്ടത്തിന് ഇറങ്ങിയതെന്നും അതറിയാമെന്നും താൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നും അൻവർ പറഞ്ഞിരുന്നു. കുടുംബത്തിന് പോലീസ് സംരക്ഷണവും അൻവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വധഭീഷണിയുള്ളതിനാൽ കുടുംബത്തിന് പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഡി.ജി.പിക്ക് അൻവർ കത്ത് നൽകി. അതിനിടെ ഊമക്കത്ത് വഴിയാണ് കുടുംബത്തെ അപായപ്പെടുത്തുമെന്ന ഭീഷണി ലഭിച്ചിരിക്കുന്നതെന്നാണ് സൂചന. കത്ത് അൻവർ പോലീസ് മേധാവിക്ക് കൈമാറി. തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസിന് അൻവർ മുമ്പ് അപേക്ഷ നൽകിയിരുന്നു. അതിനിടെ അൻവർ എ.ഡി.ജി.പിക്കെതിരായ ആക്രമണം കടുപ്പിച്ചിരുന്നു. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്കാരായ പ്രതികളെ രക്ഷിക്കാൻ അജിത് കുമാർ അന്വേഷണം അട്ടിമറിച്ചത് സംബന്ധിച്ചും സോളാർ കേസ് പ്രതിയെ മൊഴിമാറ്റാൻ പ്രേരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടും അന്വേഷണം വേണമെന്നാണ് ഡി.ജി.പിക്ക് നൽകിയ പുതിയ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. അജിത് കുമാർ അനധികൃതമായി വിദേശയാത്രകൾ നടത്തുന്നത് സ്വർണ്ണക്കടത്തിലൂടെ അടക്കം സമ്പാദിക്കുന്ന പണം നിക്ഷേപിക്കാനാണോ എന്നും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുജിത് ദാസ് മലപ്പുറം എസ്.പി. ആയിരിക്കെ കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത് സ്വർണ്ണക്കള്ളക്കടത്തുകാരിൽ നിന്നും കോറി ഉടമകളിൽ നിന്നും വൻതോതിൽ പണം പിരിച്ചാണെന്നും അതിനു പിന്നിലെ തട്ടിപ്പും അന്വേഷിക്കണമെന്നാണ് മറ്റൊരാവശ്യം.